ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഒരു വ്യക്തിയുടെ കാർ വഴിയിൽ വെച്ച് കേടായി. അയാൾ തന്റെ കാർ നന്നാക്കുവാൻ ആവുന്നതും ശ്രമിച്ചെങ്കിലും തനിക്കതിന് സാധിച്ചില്ല. ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് ആ വഴിയായി ഒരു അപരിചിതൻ കടന്നു. തന്റെ വാഹനത്തിൽ നിന്നിറങ്ങിയ ശേഷം ആ വിഷമസന്ധിയിലായ വ്യക്തിയെ സഹായിക്കുവാൻ അദ്ദേഹം കടന്നു വന്നു. അല്പസമയം അദ്ദേഹം കാറിന്റെ എഞ്ചിൻ പരിശോധിച്ച ശേഷം ചില ക്രമീകരണങ്ങൾ ചെയ്തു. അതിനുശേഷം കാർ സ്റ്റാർട്ടാക്കുവാൻ ആവശ്യപ്പെട്ടു. ഉടനെ കാർ സ്റ്റാർട്ടാവുകയും അത് വ്യക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇത്ര പെട്ടെന്ന് ഇതിന്റെ പ്രശ്നം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്ന് ആ അപരിചിതനോട് വ്യക്തി ചോദിച്ചു. അപ്പോൾ ആ അപരിചിതൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു, എന്റെ പേര് ഹെൻറി ഫോർഡ്. ഞാനാണ് ഈ കാർ നിർമ്മിച്ചത്. ഇത് പ്രവർത്തിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. നമുക്ക് ചുറ്റുമുള്ളതും നമ്മിൽ കാണുന്നതുമായ എല്ലാം ദൈവത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവനാണ് എല്ലാറ്റിന്റെയും ഉറവിടം. ഒരു ഉൽപ്പന്നത്തിന്റെ ജീവിതചക്രത്തിൽ ഒരു സൃഷ്ടാവ് അല്ലെങ്കിൽ കണ്ടുപിടുത്തക്കാരൻ അല്ലെങ്കിൽ ഡിസൈനർ വളരെ സവിശേഷമായ ഒരു സ്ഥാനം വഹിക്കുന്നു. മനോഹരമായ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ആരാണത് ഉണ്ടാക്കിയത്? ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ച് സംശയം തോന്നുമ്പോൾ നാം സേവന മാനുവൽ തിരയും. എന്തെങ്കിലും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നാം അംഗീകൃത സേവന കേന്ദ്രം തേടിപ്പോകും. അതിനാൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട എല്ലാം അതിന്റെ സൃഷ്ടാവിനെ പരാമർശിക്കും. സൃഷ്ടിയെ അഭിനന്ദിക്കുമ്പോൾ നാം സൃഷ്ടാവിലേക്ക് മടങ്ങും. അതിന്റെ ഉപയോഗത്തെക്കുറിച്ച് സംശയം തോന്നുമ്പോൾ നാം അവനെ ഓർക്കുന്നു. എന്തെങ്കിലും പ്രവർത്തനരഹിതമാകുമ്പോൾ നാം അവനെ തേടിപ്പോകുന്നു. ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. അവന്റെ അസ്തിത്വം യുക്തിപരമോ ശാസ്ത്രീയമോ ആയ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കപ്പെടുന്നത്. ദൈവശ്വാസീയമായ തന്റെ വചനത്തിലൂടെയാണ് നമുക്ക് ദൈവം തന്റെ വെളിപ്പാടുകളെ നൽകിയിട്ടുള്ളത്. തന്റെ സൃഷ്ടിയിൽ ദൈവത്തിന്റെ മുഖമുദ്ര നമുക്ക് കാണാവുന്നതാണ്. സർവ്വ സൃഷ്ടികളിലും വെളിപ്പെട്ട് കാണുന്ന ജ്ഞാനവും ഘടനയും നമ്മെ ദൈവത്തിങ്കിലേക്ക് നയിക്കും. അതിനാൽ ശാസ്ത്രത്തിന്റെ സത്യസന്ധമായിട്ടുള്ള പഠനം നമ്മെ നമ്മുടെ കർത്താവിലേക്ക് നയിക്കും. ഈ വെളിപ്പാടുകൾ വിശ്വാസത്താലാണ് നാം സ്വീകരിക്കേണ്ടത്. വെളിപ്പാടിന്റെ ഫലമല്ലാത്ത വിശ്വാസമല്ല. അത് മനുഷ്യന്റെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളെ അടിസ്ഥാനമാക്കിയുള്ള അഭിപ്രായം മാത്രം. ദൈവവചനം വാക്കുകളിലൂടെ ഉള്ള വെളിപ്പാടാണ്. അത് നമ്മുടെ ഗ്രാഹ്യത്തിനും തിരുത്തലിനും പ്രോത്സാഹനത്തിനുമായി എഴുതിയതാണ്. ദൈവവചനത്തിൽ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യരുമായി ദൈവത്തിന്റെ ഇടപെടലിന്റെ എണ്ണമറ്റ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാൽ ദൈവത്തിന്റെ വെളിപ്പാടിന്റെ പ്രാഥമിക ഉറവിടമായ അവന്റെ വചനത്തിലൂടെ ദൈവം ആരാണെന്ന് അറിയേണ്ടത് വളരെ പ്രധാനം. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം വ്യക്തമായിട്ട് തന്നെ നമ്മോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. എബ്രായർ 1:1 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവനെല്ലാം സൃഷ്ടിക്കുക മാത്രമല്ല, അവയെ പരിപാലിക്കുകയും ചെയ്യുന്നു. നെഹെമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. സങ്കീർത്തനം 100-3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, യഹോവ തന്നെ ദൈവം എന്നറിയുവൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. ദൈവത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വസ്തുത അവൻ നമ്മുടെ സൃഷ്ടാവ് ആണ് എന്നുള്ളതാണ്. അവന്റെ കൈവേലയായ നാം നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥവും പൂർണ്ണതയും കണ്ടെത്തുന്നത് അവനിൽ മാത്രമാണ്. നാം അവന്റെ സന്തോഷത്തിനായി സൃഷ്ടിക്കപ്പെട്ടതാണ്. വെളിപ്പാട് 4:11 നാം ഇങ്ങനെ വായിക്കുന്നു,
കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുമ്പിലിടും. പൗലോസ് 1 കൊരിന്ത്യർ 8-ാം ഇങ്ങനെ പറയുന്നു: പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാവും ആകുന്നു. രണ്ടാമത്തെ വസ്തുത, അവൻ നമ്മുടെ സൃഷ്ടാവായതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് അവനറിയാം. അവൻ സർവശക്തനാണെന്നുള്ള വസ്തുത കൂടാതെ തന്റെ ഉദ്ദേശങ്ങളെല്ലാം തികഞ്ഞ ജ്ഞാനത്തിലും പരിപൂർണമായുള്ള സ്നേഹത്തിലും നന്മയിലും നീതിയിലും അടിസ്ഥാനപ്പെട്ടതാണെന്ന് തന്റെ വചനം നമ്മോട് പറയുന്നു. നമ്മുടെ അറിവിലും ജ്ഞാനത്തിലുമുള്ള പരിമിതി മൂലം നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുവാനും അത് മുഖാന്തരം ശരിയായുള്ള രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല. നമുക്ക് ഏറ്റവും മികച്ചത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ശരിക്കും ഒരു നിഗമനത്തിലെത്തുവാൻ കഴിയുകയില്ല. ആത്യന്തികമായി അത് നമ്മെ എങ്ങോട്ട് നയിക്കുമെന്ന് പ്രവചിക്കുവാൻ നമ്മുടെ മാനുഷ്യ ബുദ്ധിയിൽ സാധ്യമല്ല. ഇന്ന് നാം എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നുകിൽ നമ്മെ അഭിവൃദ്ധിപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ ദോഷമായി പരിണമിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. യെരമ്യാവിൻ പുസ്തകം 29-ാം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് പൂർണ്ണതയുള്ള ദൈവഹിതം അറിയുവാനും അത് സന്തോഷത്തോടുകൂടി അനുസരിക്കുവാനും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ വസ്തുത, അവൻ നല്ലവനും നമ്മുടെ ഭാവി അറിയുന്നവനുമായ നമ്മുടെ സൃഷ്ടാവായിരിക്കയാൽ അവനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായ കാര്യം. സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 3-ാം 5-6 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവത്തോടുകൂടെയും മറ്റുള്ളവരുമായും ഉള്ള നമ്മുടെ ദൈനംദിന നടപ്പിനെ കുറിച്ച് അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക എന്നതാണ് അവനെ വിശ്വസിക്കുക എന്നതിന്റെ അർത്ഥം. അവന്റെ വചനം അവനുമായും മറ്റുള്ളവരുമായുള്ള കൂട്ടായ്മയുടെ ദൈനംദിന മാതൃകയായി മാറുമ്പോൾ അവന്റെ സ്നേഹം, സൗമ്യത, ജ്ഞാനം, നീതി, കരുണ എന്നിങ്ങനെയുള്ള അവന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മുടെ ചിന്തയുടെയും മറ്റുള്ളവരെ കാണുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനമായി മാറുന്നു. പണ്ട് വിശുദ്ധന്മാർക്ക് സ്വന്തമായി വേദപുസ്തകമില്ലായിരുന്നു. എന്നാൽ അവർ അവരുടെ ഹൃദയത്തിൽ കേട്ടത് ആവർത്തിച്ചും സ്വന്തം ജീവിതത്തിൽ അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിച്ചും ആ വചനങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിച്ചു. ഇത് അവരെ മാനസാന്തരത്തിലേക്കും അനുസരണത്തിലേക്കും തിരുനാമം നിമിത്തം നീതിപാതകളിൽ നടത്തുന്ന ദൈവത്തിലുള്ള ജീവനുള്ള വിശ്വാസത്തിലേക്കും അവരെ നയിച്ചു. നീതിയും സമാധാനവും എന്നേക്കും വാഴുന്ന തന്റെ സ്വന്തം സാന്നിധ്യത്തിലേക്ക് ദൈവം അവരെ സ്വീകരിച്ചു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അവനെ കീഴടങ്ങി ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമുക്ക് അവന്റെ ഇഷ്ടത്തോടുള്ള വർദ്ധിച്ച സ്നേഹവും അർപ്പണബോധവും നമ്മിൽ കാണുവാനിടയാകും. നമ്മുടെ ചിന്തകൾ മാനുഷിക സിദ്ധാന്തങ്ങളല്ല, മറിച്ച് ദൈവം നമ്മോട് അരുളിച്ചെയ്ത വചനത്താൽ രൂപപ്പെടുമാട്ടെ. അങ്ങനെ നമ്മുടെ പാദങ്ങൾ ഉറച്ച നിലത്ത് നിൽക്കുകയും നമ്മുടെ ധ്യാനം അവനെ പ്രസാദിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനാൽ കൂടുതൽ കൂടുതൽ നിറയുവാനിടയാകും. അവന്റെ ഇഷ്ടം നമ്മുടെ ഏക സന്തോഷവും ആനന്ദവുമായി തീരട്ടെ. ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. തന്റെ പാത നിർമ്മല